Assalamualaikum. Welcome to Zahrabanu Cooking and Tips. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇന്ന് ബറാത്ത് രാവാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. ഞാനിവിടെ ഒരു റൈസ് കൊണ്ടൊരു സ്വീറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസാണ്. ഇതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ അരി കഴുകിയതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും ഈ ബിരിയാണി റൈസും നല്ലപോലെ മിക്സ് ചെയ്യണം. തേങ്ങ അതിൽ ലയിച്ച് പോകുന്ന വിധത്തിൽ മിക്സ് ചെയ്യണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ 2 കപ്പ് റൈസാണെങ്കിൽ 2 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ അത് 2 കപ്പ് റൈസ്, 1 കപ്പ് തേങ്ങ, പിന്നെ 2.5 കപ്പ് വെള്ളം, പിന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി അത് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറ് ഏകദേശം വെന്ത് തുടങ്ങി. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ ഇത് ചില അരിയുടെ പ്രത്യേകതയാണ്. ചിലതിന് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചിലതിന് കുറച്ച് മതിയാവും. അപ്പോൾ ഇതിൽ ഒത്തിരി വെള്ളം കുറവാണ്. അപ്പോൾ ഇത് വീണ്ടും വേവിക്കണം. അപ്പോൾ ഇത് നമ്മുടെ റൈസ്. ഇനി ഇതിലേക്ക് വെന്തതിന് ശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഈ ശർക്കര ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും റൈസ് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ റൈസ് വെന്തതിന് ശേഷമാണ് നമ്മൾ ശർക്കര ചേർക്കേണ്ടത്. അല്ലെങ്കിൽ റൈസ് വേവുന്നതിന് മുമ്പ് ചേർത്താൽ ഈ റൈസ് കല്ല് പോലെ ഇരിക്കും, വേവാതെ അതുപോലെ ഇരിക്കും. അപ്പോൾ ശർക്കര എന്തുണ്ടാക്കുകയാണെങ്കിലും ശർക്കര ലാസ്റ്റ് വെന്തതിന് ശേഷം ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വീണ്ടും അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ആയതിനു ശേഷം നമുക്കിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര മെൽറ്റായിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് ബറാത്ത് രാവിന് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് വീണ്ടും ഇത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇവിടെ മിൽമയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെന്തതിന് ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണിത്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നല്ലപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതൊന്നും ഇതുപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചിടാം. ഒരു 2 മിനിറ്റ് ഇത് മൂടി വെക്കാം. ജസ്റ്റ് 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യും.